ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുരാധ്യാം ശിവലിംഗാചാര്യമധ്യമാം ശ്രീബോധാനന്ദ പര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിന്റെ 8ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ 2ാമത്തെ ദിവസമായ ഇന്ന് ഒരു പ്രഭാഷണം അവതരിപ്പിക്കാൻ അനുഗ്രഹിച്ച മഹാഗുരുവിന്റെ തൃപ്പാദങ്ങളിൽ പ്രണാമം. ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം നാമജപമെന്ന ആത്മസാധന. സംസാര സമുദ്രത്തിൽ നിന്നും കരകയറി ആനന്ദമനുഭവിച്ച് സമർത്ഥ്യതയിലേക്ക് ഉയരണം. അതിനുള്ള മാർഗം എന്താണ്? പലരെയും ഒരു നിമിഷം പിടിച്ചു നിർത്തി ചിന്തിപ്പിക്കുന്നതാണ് ഈ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടുണ്ടോ? ഉണ്ട്, വളരെ വ്യക്തമായും തുറന്നു കിട്ടിയിട്ടുണ്ട്. മഹാഗുരുക്കന്മാർ സംശയത്തിന്റെ നേരിയ മൂടുപടം പോലും ഇല്ലാതെ സുവ്യക്തവും അനുഭവവേദ്യമായ ഉത്തരം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അവരുടെ ഉണർത്ത് പാട്ടുകളാണ് ഉപനിഷത്തുകൾ. മറ്റൊരു രാജ്യത്തും ജീവിത പ്രശ്നങ്ങൾക്ക് ഇത്രയും സുവ്യക്തമായ ഉത്തരം നൽകിയിട്ടുണ്ടെന്ന് പറയാനാവില്ല. ഋഷിമാരുടെ ദർശനം ദേശകാലാധിവർത്തിയാണ്. ഋഷി പരമ്പരയിൽ ഈ ആധുനിക ദശയിൽ അവതരിച്ച ശ്രീനാരായണ ഗുരുദേവൻ ഈ ചോദ്യത്തിന് സുവ്യക്തമായ ഉത്തരം നൽകിയിട്ടുണ്ട്. അവിടുന്ന് ശിവശതകം എന്ന ആത്മസാധനോദ്ബോധജനകമായ കൃതിയിലൂടെ ഉപദേശിക്കുന്നു: ജനിമൃതി രോഗം അറുപ്പതിന് സജീവനി പരമേശ്വര നാമമെന്നിയില്ല. സംസാര ദുഃഖത്തെ ഇല്ലാതാക്കുന്നതിനുള്ള മൃതസജീവനിയാണ് പരമേശ്വരന്റെ, സാക്ഷാൽ ജഗദീശ്വരന്റെ നാമജപം. ഇതിന് തുല്യമായ മറ്റൊരു മാർഗവുമില്ല. ഭക്തിയോഗം, രാജയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം എന്ന 4 മാർഗങ്ങളിൽ വെച്ച് സാമാന്യ മനുഷ്യൻ ഏറ്റവും ലളിതവും സ്വീകാര്യമായ മാർഗം ഭക്തിയോഗമാണെന്ന് ഗുരുദേവൻ ഉപദേശിക്കുന്നു. യജ്ഞാനാൻ ജപയജ്ഞോസ്മി, യജ്ഞത്തിൽ വെച്ച് ഞാൻ ജപയജ്ഞമാണ്, എൻ്റെ വിഭൂതിയാണ് നാമജപം എന്ന് ഭഗവത്ഗീതയിലും ഉപദേശിക്കുന്നു. ജപസ്തു സർവധർമ്മേഭ്യ പരമോ ധർമ്മ ഉച്യതേ അഹിംസയാച ഭൂതാനാം ജപയജ്ഞഃ പ്രവർത്തതേ. മനുഷ്യന്റെ ഉദ്ഗതിക്ക് വേണ്ടിയുള്ള സർവവിധ ധർമ്മങ്ങളിലും പരിശ്രമങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ജപയജ്ഞം തന്നെയാണ്. കാരണം ജപയജ്ഞം ഹിംസ കൂടാതെ അന്യനുപദ്രവമില്ലാതെ നിർവഹിക്കപ്പെടുന്നു എന്ന് വ്യാസഭഗവാൻ മഹാഭാഗവതത്തിലും ഉത്ബോധിപ്പിക്കുന്നുണ്ട്. സദാ ആനന്ദമഹാബോധിയിൽ അഭിരമിച്ച് ആനന്ദ നർത്തനമാടിയ മഹാഭാഗവതനായ ശ്രീ ചൈതന്യ മഹാപ്രഭു നാമസങ്കീർത്തനത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട്. ഈശ്വരന്റെ ദിവ്യനാമ സങ്കീർത്തനം ചേതസ്സാവുന്ന അന്ധകരണമാവുന്ന കണ്ണാടിയെ വിശുദ്ധമാക്കുന്നു, ആത്മസംശുദ്ധി കൈവരുത്തുന്നു, ആളിക്കത്തുന്ന സംസാര ദുഃഖാഗ്നിയെ അണച്ച് അന്തശീതളത സംജാതമാക്കുന്നു. ചന്ദ്രികയാൽ ആമ്പൽ പൂ വിരിയുന്നത് പോലെ സർവവിധ ശ്രേയസ്സും പ്രഫുല്ലമാക്കുന്നു. ജ്ഞാനശക്തി വർദ്ധിച്ച് പരമാനന്ദ സാഗരത്തിന്റെ വേലിയേറ്റമുണ്ടായി പൂർണ്ണാമൃതിനെ ആസ്വദിച്ച് പരിപൂർണതയിൽ ലയിച്ച്
ജീവിത വിജയം നേടാൻ ഇടവരുത്തുന്നു. നാമസങ്കീർത്തനം ആനന്ദപ്രദമായ അനുഭവമാവുന്നു. പരമലക്ഷ്യമായ മോക്ഷത്തിന്, പരമാനന്ദ പ്രാപ്തിക്ക് അത് പരമ്പരാ കാരണമാകുന്നു. ഭാരതീയ മഹാഗുരുക്കന്മാരൊക്കെ തന്നെ ഈ നാമജപത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞിട്ടുണ്ട്. സത്യജിജ്ഞാസുക്കളായ സാധാരണക്കാരെ നിത്യ ചൈതന്യത്തിലേക്ക് പടിപടിയായി ഉയർത്തുവാനുള്ള ഉപാധിയാണ് നാമസങ്കീർത്തനം. സാധാരണ മനസ്സുകൾക്ക് സ്വീകരിക്കാവുന്ന, അവരെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും ലളിതമായ മാർഗമാണ് ജപയോഗം. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ കാരുണ്യപൂർവം ഉപദേശിച്ചു, ഈശ്വരാരാധന എല്ലാ ഗ്രഹങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും എത്തിക്കണം. പ്രാർത്ഥന ചെയ്യാത്തവർക്ക് ഉപ്പില്ലാത്ത ആഹാരം നൽകണം. ആത്മോപദേശ ശതകത്തിലൂടെ ഉദ്ഘാടനം ചെയ്തു. മനമലർക്കൊയ്തു മഹേശ പൂജ ചെയ്യും, മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർക്കൊയ്തും അതല്ലയാകിൽ മനുവുരു വിട്ടുമിരിക്കിൽ മായമാറും. മനസ്സിനെ സൗരഭ്യവും സംശുദ്ധിയും വിതർന്ന ഒരു മലരാക്കി മാറ്റി മഹേശ സേവ, അതായത് നിർഗുണോപാസന ശീലിക്കുന്ന പ്രക്രിയയിലൂടെ കാരണസത്യത്തിൽ ലയിക്കുന്ന ദൃഢബോധനായ ഒരു ആത്മസാധകന് മറ്റൊരു സാധനയും ചെയ്യേണ്ടതില്ല. അയാൾ പരിപൂർണതയെ പ്രാപിക്കുന്നു. അത് സാധിക്കാത്ത സാധാരണക്കാർ സഗുണമായ ധ്യാനത്തിലും ഉപാസനയിലും നാമജപത്തിലും മുഴുകണം. അങ്ങനെയും അജ്ഞാനം, ആ മായ മാറിക്കിട്ടും. അതിനുവേണ്ടിയാണ് ഗുരുദേവൻ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും വിവിധ ദേവീ ദേവസ്തുതികൾ രചിക്കുകയും ചെയ്തിട്ടുള്ളത്. ഗുരുവിന്റെ ക്ഷേത്രങ്ങളും ആത്മസാധകർക്ക് ആത്മസത്യത്തിലേക്ക് നടന്നടുക്കുവാനുള്ള രാജവീഥികളാണ്. നിർഗുണമായ സത്യത്തെ സാക്ഷാത്കരിക്കുവാൻ സഗുണമായ ഒരു മൂർത്തിയെ ഉപാധിയാക്കുന്നു. ഇവിടെ ദൈവസത്യത്തിൽ ആരൂഢനാകും തോറും ധ്യേയരൂപം സൂക്ഷ്മത്തിലും തുടർന്ന് കാരണത്തിലും ഐക്യഭാവം പൂണ്ട് ബ്രഹ്മസത്യം മാത്രമായി തീരുകയാണ് ചെയ്യുന്നത്. ധ്യാനം, ധ്യാതാവ്, ധ്യേയം എന്ന ത്രിപുടിഭാവം മാറി പരബ്രഹ്മ സ്വരൂപം മാത്രമായി തീരുന്നു. മനുഷ്യജീവിതത്തിന്റെ പരമലക്ഷ്യമായ പരമപുരുഷാർത്ഥത്തെ, മോക്ഷത്തെ പ്രാപിക്കാനുള്ള ഉപായമാണ് സഗുണാരാധന. മൂർത്തിയുടെ സഗുണമായ ഉപാസനയും ജപവും ധ്യാനവും സത്യദർശനത്തിനായുള്ള ഉപാധികളാണ്. ദേവീദേവന്മാർ സങ്കല്പലോകത്തിലെ തത്വകായന്മാരാണ്. ഒരു ഗുരുവാകട്ടെ സങ്കല്പമല്ല, ഉണ്മയാണ്, സത്യമാണ്. ഗുരു പ്രത്യക്ഷ ദൈവമാണ്. അതിനാൽ ഉപാസനയ്ക്ക് കൺകണ്ട ദൈവമായ ഗുരുവിനെ തന്നെ സ്വീകരിക്കുന്നതാണ് ഉത്തമം. ശ്രീകൃഷ്ണനും ശ്രീബുദ്ധനും യേശുക്രിസ്തുവും ശ്രീശങ്കരനും ശ്രീരാമകൃഷ്ണനും ശ്രീനാരായണ ഗുരുദേവനും സാദൃശ്യ സ്വരൂപമാർന്ന ജഗത് ഗുരുക്കന്മാരാണ്. അതിനാൽ പരബ്രഹ്മ സ്വരൂപിയായ സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനെയും ഈശ്വര ചൈതന്യത്തിന്റെ മൂർത്തിമത്ഭാവമായി പ്രത്യക്ഷ ദൈവമായി നമുക്കിവിടെ ആരാധിക്കാം. അതിന് കുമാരനാശാന്റെ ഗുരുസ്തവം എന്ന സ്തോത്രരത്നത്തെ നമുക്കിവിടെ ഉപാധിയായി സ്വീകരിക്കാം. കുമാരനാശാൻ ഗുരുദേവനിൽ ദർശിച്ച ആരാധ്യഭാവത്തെ തുടർന്നുള്ള പേജുകളിലൂടെ നമുക്ക് അനുസന്ധാനം ചെയ്യാം. ഒപ്പം ശ്രീനാരായണ ദർശനത്തെയും അവധാരണം ചെയ്യാം. അതുപോലെ ഗുരുസ്തവത്തെ ഒരു പ്രാർത്ഥനാ ഗീതമായി അംഗീകരിച്ച് പോരുന്നതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ചും മനനം ചെയ്യാം. അതിലൂടെ ശ്രീനാരായണ ദർശനത്തെ സ്വാംശീകരിക്കാം. സഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ അറിവ് മഹാഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരു